വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിക്കായിൽ സ്റ്റെഹ്റെ എന്ന് പറയുന്ന കോച്ചിനെ സാക്ക് ചെയ്ത് ഒഴിവാക്കി പകരം ആര് എന്നുള്ള ചോദ്യമാണ്. റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. ആരെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. എങ്ങനെ വന്നാലും മിക്കായിൽ സ്റ്റെഹ്റെ സാക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് കണ്ടറിഞ്ഞിട്ടാണ് സാക്ക് ചെയ്യുക. അതായത് ഒരു മാനേജറെ കൊണ്ടുവരണം എന്നൊക്കെ അവരുടെ മൈൻഡിലുണ്ടാവും. കാരണം ആരാധകരുടെ തൊള്ള കുറച്ചൊക്കെ നിലപ്പിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു കോച്ചിനെ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇതുവരെ ആയിട്ട് ഒരു അനൗൺസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ പരക്കുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് ഒരുപാട് വമ്പൻ സ്രാവുകളായിട്ടുള്ള കോച്ചുമാരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പ്രമാണിച്ച് ഞാൻ പറയേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അനുയോജ്യമായിട്ട് ചേരാൻ പോകുന്ന ഒരു കോച്ച് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചായിരിക്കും. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മളെല്ലാ താരങ്ങൾക്കും പരിക്ക് പറ്റി ഫെഡോർ ചെർണിച്ച് എന്ന് പറയുന്ന ഒരു താരത്തെ കൊണ്ടുവരുന്നു. അതായത് വിദേശ താരത്തെ കൊണ്ടുവരുന്നു. കുറച്ച് അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 5-6 മത്സരങ്ങൾ ഇന്ത്യയിൽ കളിക്കാനായിട്ട്, അതായത് അത് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ആണ് കാര്യങ്ങളാണെന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-6 മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കോച്ചിനെയും കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ കളിയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, കുറച്ച് മത്സരം കഴിയേണ്ടി വരും, എനിക്ക് കുറച്ച് സെറ്റായി വരാനെന്നൊക്കെ ഒരു കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാവും. കാരണം ഇപ്പോൾ തന്നെ ടേബിളിൻ്റെ അവസാന ഘട്ടത്തിലിരിക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈസ്റ്റ് ബംഗാൾ വരെ നല്ല ടോപ്പ് ലിസ്റ്റിൽ പറന്നുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കിട്ടുക അല്ലെങ്കിൽ കോച്ചിനെ കൊണ്ടുവരിക എന്നാണ് ആ ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇനി ചില തോട്ടുകൾ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആരാധകർ പ്രഡിക്ഷൻ ചെയ്യാത്തൊരു കോച്ചിനെ, പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ആ കോച്ചിലൂടെ കുറച്ച് മത്സരങ്ങളൊക്കെ വിജയിച്ച് കഴിഞ്ഞാൽ പറയാലോ ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കഴിവ് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ മൂഞ്ചാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ ടീമുകളും ഇങ്ങനെ സ്ട്രഗിളൊക്കെ ചെയ്ത് ടോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ടോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചായാൽ നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നി. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പറന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സിൽ ഒരു പേരാണ് നമ്മുടെ ഡെസ് ബെക്കിംഗ്ഹാം എന്നുള്ള ആ ഒരു പേര്. ഇത് എനിക്ക് തോന്നുന്നു ഡെസ് ബെക്കിംഗ്ഹാം തൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ കളി നിയന്ത്രിക്കുന്നൊരു കോച്ചാണ്. അതിന് പുറമെ അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള, അല്ലെങ്കിൽ വിട്ടു എന്നുള്ള പല വാർത്തകളും വരുന്നുണ്ട്. സോ അദ്ദേഹം വരുമെന്നുള്ളത് എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം യങ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. പിന്നെ അതിലുപരി കിട്ടിയ തക്കം നോക്കിയിട്ട് ഇന്ത്യയിൽ നിന്നും വണ്ടി കയറി യൂറോപ്പിൽ പരിശീലിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള റൂമറുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരിക്കലും വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം യങ് ആയിട്ടുള്ള ഒരു മാനേജർ ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കളി കൊതിക്കുന്ന ആളാണ്. അതല്ലെങ്കിൽ അങ്ങനെ വളരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ തുടരാനാണ് സാധ്യത. കിട്ടിയ തക്കം മുതൽ ഇവിടുന്ന് മുങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം വരുമോ ഇല്ല എന്നുള്ളത്. ഇനി മറ്റൊരു പേരാണ് നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ വുക്കോവനോവിച്ച്. അത് ഇവാൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പരക്കുന്ന റൂമറുകളൊക്കെ ഒരു വ്യക്തതയില്ലാത്ത സംഭവങ്ങളാണ്, അദ്ദേഹം വരാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത്. ഇപ്പോൾ മാർക്കസ് മെർഗലാവ് തന്നെ കുറച്ച് ദിവസം മുമ്പ്, അതായത് സാക്ക് ചെയ്ത അന്ന് മുതൽ തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവാൻ വുക്കോവനോവിച്ച് എന്ന് പറയുന്ന കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ഭാഗം ആരാധകർ ഇവാനെ കൊണ്ടുവരാൻ പറയുമ്പോൾ, ഇവാനെ കൊണ്ടുവരാതെ ഒരു കോച്ചിനെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ കളി വിജയിച്ച് പോയ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ക്രെഡിറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഇവാനെ കൊണ്ടുവരുന്നു തീരെ തോന്നുന്നില്ല. അപ്പോൾ ഇവാൻ വുക്കോവനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ വരും എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവരെ 2 പേരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരാളാണ് ലൊബേറ. ലൊബേറയെ സംബന്ധിച്ചിടത്തോളം 2026 വരെ ഒഡീഷയിൽ കോൺട്രാക്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ലൊബേറയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അതുമാത്രമല്ല, ലൊബേറ എന്ന് പറയുന്നത് തൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കളിക്കാരുണ്ട്, അദ്ദേഹത്തെ വെച്ചിട്ട് കളി മെനയുന്ന ഒരു മാനേജറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ വിദേശ താരങ്ങളെ കൂട്ടൊഴിപ്പിക്കൽ ഇവിടെ നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കോച്ചാണ് ലൊബേറ എന്ന് പറയുന്നത്. അപ്പോൾ ലൊബേറ വരും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കളിശൈലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്ന പ്ലേയേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ഒഡീഷ FC നല്ല രീതിക്കുള്ള ഒരു കോൺട്രാക്റ്റും അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള കളി മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാനേജർ കൂടെയാണ്. അദ്ദേഹം വരും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതൊരു പരക്കെ പറക്കുന്ന ഒരു വേണ്ടാത്ത റൂമറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളാണ് ഹബാസ്, ആൻ്റോണി ലൂപ്പസ് ഹബാസ് എന്ന് പറയുന്ന പഴയ മോഹൻ ബഗാൻ കോച്ച്.
ഇപ്പോൾ ഇന്റർ കാശിയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ അല്ലറ ചില്ലറ ഇന്ത്യൻ താരങ്ങളൊന്നും പറ്റൂല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ KP, ഐമൻ അസർ, സഹീഫ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് ദൂരെ കളയാനുള്ള സാധ്യത ഉണ്ട്. കാരണം പുള്ളി വിചാരിക്കുന്ന കുറച്ച് സ്ട്രെങ്ത്തും ഫ്ലിക്കാരെയാണ് പുള്ളി കൊണ്ടുവരിക. ഇപ്പോൾ കൗക്കു അങ്ങനത്തെ താരങ്ങളൊക്കെ, ടെന്നഗിരി ഇങ്ങനത്തെ താരങ്ങളൊക്കെ ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവന്നിട്ട് ആ മധ്യനിര ഉഷാറാക്കാനൊക്കെ ആയിരിക്കും നോക്കുക. അതുപോലെയുള്ള താരങ്ങളെയാണ് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തരത്തിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള കളിശൈലി ആയിരിക്കും ഇവിടെ നെയ്തെടുക്കാനായിട്ട് പോകുക. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വരൂല എന്നുള്ളത് ഏകദേശം ഒരു 99.99% ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇന്റർ കാശി എന്ന് പറയുന്ന ക്ലബ്ബിൽ ഭയങ്കര നല്ല ഒരു സൗഹൃദമൊക്കെ പുലർത്തിയിട്ട് കളി മെനയുന്ന ഒരു മാനേജർ കൂടെയാണ് ഹബാസ് എന്ന് പറയുന്നത്. പിന്നെ ഹബാസിനെ സംബന്ധിച്ചിടത്തോളം ISL തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ച് കൂടെയാണ്. അപ്പോൾ അദ്ദേഹം വരിക എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള പല താരങ്ങളും ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ, പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് താരങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതും ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ മാനേജ്മെൻറ്റിന് അത് പണിയാണ്. അതുകൊണ്ട് അവരത് തൊടൂല എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതൊന്ന് മനസ്സിലാക്കി എടുത്തോളി. ഇനി ഇതിനൊക്കെ പുറമെ വേറൊരു റൂമറാണ് യുവാൻ ഫെറാണ്ടോ, അതായത് പഴയ മോഹൻ ബഗാൻ STയുടെ ഒക്കെ കോച്ചായിരുന്ന യുവാൻ ഫെറാണ്ടോ വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു സംഭവമാണ് യുവാൻ ഫെറാണ്ടോ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത്. പക്ഷേ പൊതുവേ ആയിട്ടുള്ള റൂമറിലൊന്നും യുവാൻ ഫെറാണ്ടോയുടെ ഒരു ഇതുപോലും നമ്മൾ കാണുന്നില്ല, ഒരു നിഴൽ പോലും കാണുന്നില്ല. പക്ഷേ പലരും പറയുന്നു. കാരണം അദ്ദേഹം ഇപ്പോൾ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീസിലെ ക്ലബ്ബായിട്ടുള്ള പെൻസെരിക്കോസ് എന്ന് പറയുന്നത്, അങ്ങനെ എന്തോ ഒരു അതിൻ്റെ പ്രൊണൗൺസ് അറിയില്ല. അദ്ദേഹം അവിടെയാണ് പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗിൽ 10ാം സ്ഥാനത്താണ്. അപ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്യാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ട് എന്നൊക്കെ പറയേണ്ട ചില ന്യൂസുകൾ കേട്ടു. ഇതൊന്നും എൻ്റെ ഒപ്പീനിയൻ അല്ല കേട്ടോ, ഞാൻ അതാണ് പറയേണ്ടത്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഹബാസിൻ്റെ മാത്രമാണ്. കാരണം ഹബാസിന് ഒരിക്കലും ഇവർ തൊടാനുള്ള സാധ്യതയില്ല മാനേജ്മെൻറ്റ്. കാരണം അദ്ദേഹം പറയുന്ന പ്ലേയേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളെ. നമ്മൾ ഇന്ത്യൻ താരങ്ങളെയൊക്കെ ഇവിടുന്ന് തൂക്കി വിൽക്കുകയാണ് ചെയ്യേണ്ടത്, ജീക്സനെ പോലെയുള്ള താരങ്ങളെയൊക്കെ. അപ്പോൾ ഹബാസിനെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത് ഹബാസിനെ മാത്രമാണ്. ബാക്കിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന റൂമർ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. യുവാൻ ഫെറാണ്ടോയുടെ കാര്യവും അതുതന്നെയാണ്. അദ്ദേഹം വരാൻ സാധ്യത തീരെയില്ല. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോച്ചിന് പറ്റുന്ന കളിക്കാരെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിച്ച് കൊടുക്കാനുള്ള കെൽപ്പ് കൂടെ നമ്മളെ മാനേജ്മെൻറ്റിന് വേണം. അങ്ങനത്തെ ഒരു കോച്ചിനെ ആയിരിക്കണം അവരെത്തിക്കാനായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള കോച്ചുമാരെ കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ അത് അവർ പറയുന്ന പ്ലേയേഴ്സിനായിട്ട് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. അതെന്താണ് നമ്മുടെ SDക്കോ അതല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിനോ ആർക്കും പറ്റൂല. അപ്പോൾ വിദേശ താരങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ വിദേശ മാനേജർമാരായിട്ടുള്ള ആൾക്കാരായിരിക്കും പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇവർ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും ഒരു കാര്യം. സോ കുറച്ച് ദിവസങ്ങളിലൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോച്ചിനെ നമുക്ക് വരവേൽക്കാനായിട്ട് ഒരുങ്ങാം. എന്തായിരിക്കും ഈ സീസൺ കൈവിട്ട് പോയി എന്നുള്ളത് 99% ഉറപ്പാണ്. എന്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ കണ്ടറിഞ്ഞ് കാണാം. ഇനി ഏതായാലും വന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാകും. അതിലേക്കും ബൈ.